ഹലയ വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും. ഡോക്കർ പെൻഖാം ഡറ്റ്മനെ ഡെലയർ 2025 ജൂൺ 06 ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത്. വർഗീകരണം വഴി ജയിച്ച കേരള കമ്പനി ബെഥാം ഉപവിഭാഗത്തിൽപ്പെടുന്നു. 54 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം. കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: -10.9. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ -3.6 പോയിന്റ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാം. മൈനസ് റേറ്റിംഗിനെതിരെ 9.7. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 0% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -0.1%. കമ്പനിയുടെ വിപണി മൂലധനം $10.15 ബില്യൺ. 66 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $0.3 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $19 ബില്യൺ ആണ്. മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ 15.324%. പുസ്തക മൂല്യം മൂലധനം 1.598%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $0.795 ബില്യൺ കടബാധ്യതയുണ്ട്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 263%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 0 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വിലയും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$721 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 12.6 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 6.8 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ മൂല്യനിർണ്ണയം ടോലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $800 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. -89.8%. മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി 80.7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 9.914%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 55% കുറവാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $4,231,000. ഉപവിഭാഗത്തിന് $2,737,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം -$300,500,000. മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി $323,800. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $335,000 ആണ്. 401 ഉപവിഭാഗത്തിൽ $1,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 12.9% താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 23%. സൂചകം ഗിരെ 14 കമ്പനിക്ക് 50% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഗിരെ ലെവൽ 14 ഏകദേശം 56%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $58.67 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $64.92 ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തലിന്റെ ഫലമായി സഹായ സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഓഹരിക്ക് $58.66 എന്ന ഇടിവോടെ ഒരു വ്യാപാരം ആരംഭിക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 37.89 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 79.43 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ജൂലൈ 06 ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി.